കർത്താവിൽ പ്രിയരെ, ഒരു പുതിയ ദിവസം കൂടി സർവശക്തനായ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജനനം മുതൽ ഇന്നയോളം നമ്മെ സഹായിച്ച സർവശക്തനായ ദൈവം തീർച്ചയായിട്ടും ഇന്നും നമ്മോട് കൂടെ ഇരിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം ദൈവത്തിന്റെ പാദപീഠം മാത്രമാണ്. അവിടെ ഏതൊരാൾക്കും ആശ്വാസം ലഭിക്കുമെന്നതും ഉറപ്പായ സംഗതിയാണ്. ഇന്നും നിങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഈ പ്രഭാതത്തെ വരവേറ്റതെങ്കിൽ തീർച്ചയായും ഇന്നത്തെ വൈകുന്നേരം നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ, സന്തോഷത്തിന്റെ അനുഭവം സ്വർഗീയ പിതാവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ കരച്ചിലുകൾ എന്നും നിലനിൽക്കില്ല. എന്നാൽ കരച്ചിലിന് അപ്പുറത്ത് ശാശ്വതമായ ഒരു സന്തോഷം ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി ശമൂവേൽ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കട്ടെ. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഏറ്റവും സുപരിചിതമായ വേദവാക്യങ്ങളിൽ ഒന്നാണ് ഞാനിപ്പോൾ വായിച്ചത്. ദൈവവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥനകളിൽ ഒന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് പ്രധാനമായും 2 വശമുണ്ട്. ഒന്ന്, അവരുടെ ആവശ്യം ദൈവത്തോട് അറിയിക്കുന്നു. 2, ദൈവം ആവശ്യം സാധ്യമാക്കിയാൽ തിരികെ ദൈവത്തോട് കൊടുക്കുന്ന ഉടമ്പടിയും താൻ അവിടെ ദൈവത്തോട് അറിയിക്കുന്നു. ദീർഘവർഷങ്ങളായി മക്കളില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും കഴിയുന്ന ഹന്ന എന്ന ഒരു മാതാവിന്റെ ജീവിത അനുഭവമാണ് ഈ 1-ാം അധ്യായത്തിൽ വിശദമാക്കുന്നത്. ഇവരുടെ ഭർത്താവിന്റെ പേര് എൽക്കാന എന്നാണ്. അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യ കൂടിയുണ്ട്. അവർക്ക് മക്കളുമുണ്ട്. എന്നാൽ ഇവൾക്ക് മക്കളില്ല എന്ന കാരണത്താൽ പെനിന എന്ന മറ്റേ ഭാര്യ അന്നയെ നിരന്തരം പരിഹസിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവരുടെ വേദനയ്ക്ക് ആകെയുള്ള ആശ്വാസം ദൈവത്തിന്റെ പാദപീഠത്തിലായിരുന്നു. ഭർത്താവായ എൽക്കാന പലപ്പോഴും ഇവരെ ആശ്വസിപ്പിക്കാറുണ്ട് എന്നുള്ളതും നിഷേധിക്കുന്നില്ല. എന്നിരുന്നാലും അവരുടെ എല്ലാ സങ്കടങ്ങളും കൊണ്ടുചെന്ന് ഇറക്കി വെക്കുമായിരുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെയായിരുന്നു. എല്ലാ വർഷവും വർഷാന്തരയാഗം കഴിക്കുവാൻ ഷീലോവിൽ അവർ കുടുംബസമേതം പോകുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കും അനേക പരിഹാസത്തിന്റെ വാക്കുകൾ ഇവർ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട്, കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ പട്ടിണി കിടക്കാനും കരയാനുമല്ലാതെ ഇവർക്ക് യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു. ഇങ്ങനെ എല്ലാ നിലകളിലും പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പോകേണ്ട ദിവസങ്ങളിലൊന്നും മുടക്കം വരാതെ അവർ പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം വർഷാന്തരയാഗം കഴിക്കുവാൻ ശീലോവിൽ ചെന്നപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ച വാക്യം. ഇവർ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരെ ശ്രദ്ധിക്കുകയും അവർ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിതൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഏലി എന്നാണ്. ഹന്നയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടത്, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വാക്കുകളും ഏലി പുരോഹിതൻ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ യാതൊരു വിധമായ പ്രയോജനവും അവർക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് അവർ പൂർണ്ണമായിട്ടും അവരുടെ ഹൃദയത്തിന്റെ വേദന ദൈവത്തോട് പകർന്നു. നോക്കൂ, ദൈവത്തോട് നമ്മുടെ വേദന പകരുമ്പോൾ അവിടെ ഭാഷ ഒരുപക്ഷെ ഉണ്ടായിരിക്കണമെന്നില്ല, വാക്കുകൾ ഒരുപക്ഷെ പൂർണ്ണതയിൽ ഉണ്ടായിരിക്കണമെന്നില്ല, ശബ്ദം പുറത്തു വരണമെന്നും നിർബന്ധമില്ല. തിരുവചനം ഉറപ്പു തരുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവനെ വിടുവിച്ചു എന്ന് തന്നെയാണ് തിരുവചനത്തിലുള്ളത്. ഇവർ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് ചുണ്ടുകൾ മാത്രം ചലിപ്പിച്ച് വാക്കുകൾ പുറത്തു കേൾക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചിലവാക്കിയപ്പോൾ ഏലി പുരോഹിതൻ ഇവരെ സംശയിച്ചു. തന്നെയുമല്ല, തന്റെ നീരസം താൻ അവിടെ വെളിപ്പെടുത്തി. അപ്പോഴും വളരെ താഴ്മയോടെ ഇവർ മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. നോക്കൂ പ്രിയരെ, ആരൊക്കെ സംശയിച്ചാലും എങ്ങനെയൊക്കെ മാർക്കിട്ടാലും അങ്ങോട്ടെങ്ങും നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. ദൈവസന്നിധിയിൽ ഹൃദയം ഏകാഗ്രമാക്കി, മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങളുടെ സകല ഭാരങ്ങളും ദൈവത്തോട് മാത്രം പങ്കുവെക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഭാരങ്ങൾക്ക് മറുപടി നിശ്ചയമായിട്ടും ലഭിക്കും. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥന കഴിയുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ വേദന മാറിപ്പോകാറില്ല. അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഭാരം മുഴുവനും ദൈവസന്നിധിയിൽ നമ്മൾ ഇറക്കി വെക്കാറില്ല. മുഴുവൻ ഭാരങ്ങളും ഇറക്കി വെച്ചാൽ സമാധാനത്തോടെ നമുക്ക് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കാൻ പറ്റും. അന്നയ്ക്കും അങ്ങനെയാണ് സംഭവിച്ചത്. അന്ന് അവരുടെ സകല ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചിട്ട് സമാധാനത്തോടെ അവർ വീട്ടിലേക്ക് പോയി.
തിരുവചനം പറയുന്നു, ആ ആണ്ടിൽ തന്നെ ദൈവം അവർക്ക് മറുപടി കൊടുത്തു. അതായത് അന്നു മുതൽ അവരുടെ മറുപടിയുടെ ദിവസങ്ങളായിരുന്നു. ഈ തിരുവചനം നിങ്ങൾ കാതുകളിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിവേദനയോടെ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. വിശ്വസിക്കുമെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്കും ദൈവസന്നിധിയിൽ നിന്നും മറുപടി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. നിങ്ങളുടെ വേദന അങ്ങയുടെ പാദപീഠത്തിൽ ഇറക്കി വെക്കുന്നു. ഇവിടുന്ന് ആശ്വാസവും സമാധാനവും ദൈവിക വിടുതലും തക്ക സമയത്ത് മറുപടിയും നൽകി ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.